പത്തനംതിട്ടയിൽ വനഭൂമിയിലെ കൊടിമരം നീക്കിയ ഉദ്യോഗസ്ഥന്റെ കൈവെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയ CPM പ്രാദേശിക നേതാവ് മുൻപും കയ്യേറ്റത്തിന് ശ്രമിച്ചുവെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ആരോപണം. ബാർബർ ഷോപ്പിലെ മുടി ചാക്കിൽ കെട്ടി വനത്തിനുള്ളിൽ തള്ളിയത് ചോദ്യം ചെയ്യാനെത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെയായിരുന്നു അന്ന് കയ്യേറ്റ ശ്രമം. മാസങ്ങൾക്ക് മുൻപ് കൂത്താടി മണ്ണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. സംരക്ഷിക്കാൻ വയ്യാത്ത ഇവിടെ വനം സംരക്ഷിക്കാൻ വയ്യാത്ത നിങ്ങൾ എങ്ങനെയാണ് സർക്കാരിന്റെ ശമ്പളം വാങ്ങിക്കുന്നത്? എല്ലാവരും സഹകരിച്ചിരിക്കുന്ന ആൾക്കാർ ഇവിടെ CK അഭിലാൽ വിവരങ്ങളുമായി. അഭിലാല്, ഈ അടവി വിനോദസഞ്ചാര കേന്ദ്രം അടയ്ക്കുന്നതിലേക്ക് വരെ പത്തനംതിട്ടയിലെ CPM പ്രാദേശിക നേതാക്കളും വനം ഉദ്യോഗസ്ഥരും തമ്മിലുള്ള തർക്കം എത്തിയിരുന്നല്ലോ. അതിൽ വനം ജീവനക്കാരൻ്റെ കൈവെട്ടുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയ നേതാവിൻ്റെ വീരശൂര പരാക്രമം നേരത്തെയും ഉണ്ടായതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇത് എപ്പോഴായിരുന്നു സംഭവം? നിരന്തരമായി ഇത്തരം സംഭവങ്ങളും പ്രശ്നങ്ങളും ഭീഷണികളും ആ മേഖലയിലുണ്ടോ? സമീപകാലത്ത് മൂന്നാമത്തെ സംഭവമാണ്. ഏറെക്കുറെ മൂന്ന് മാസങ്ങൾക്ക് മുൻപ് നടന്ന സംഭവത്തിൻ്റെ ദൃശ്യങ്ങളാണ് പുതിയ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കോന്നി നിയോജകമണ്ഡലത്തിൽ പരിധിയിൽ തണ്ണിത്തോട് കൂത്താടിമൺ എന്നുള്ള സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ബാർബർ ഷോപ്പിലെ മുടിയടക്കം മാലിന്യങ്ങൾ ചാക്കിൽ കെട്ടി വനത്തിൽ തള്ളുകയും വന്യജീവികൾ ആനയടക്കമുള്ളവ ഇത് ഭക്ഷിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പരിശോധനയ്ക്കെത്തിയ വനംവകുപ്പ് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും അവർക്ക് നേരെ കയ്യേറ്റത്തിന് മുതിരുകയും ചെയ്തിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ ദൃശ്യങ്ങളിൽ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്ന ആൾ എന്നുള്ളത് ഇന്നലെ ജീവനക്കാരൻ്റെ കൈവെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയ അതേ CPMൻ്റെ ലോക്കൽ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന പ്രവീൺ പ്രസാദാണ്. തല്ലു കൊടുത്തിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവനക്കാരുടെ ഭാഗത്തുനിന്നുള്ള നടപടികളൊന്നും തന്നെ സംബന്ധിച്ച് ഒരു പുതിയ സംഭവമോ ഭയപ്പെടുത്തുന്ന സംഭവമോ അല്ല എന്നതടക്കമുള്ള വാക്കുകൾ ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായി ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വ്യത്യസ്തമായ സംഭവങ്ങളിൽ പ്രവീൺ പ്രസാദ് ഭീഷണിപ്പെടുത്തുന്നതിന് മുൻപായി സീതത്തോട് മേഖലയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുകയും മാരകായുധങ്ങൾ അവർക്ക് നേരെ വീശുകയും ചെയ്തതടക്കം പ്രാദേശിക CPM നേതാക്കൾക്കെതിരെ ദൃശ്യങ്ങളടക്കം പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്ത സ്ഥിതിയുണ്ട്. ചിറ്റാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുണ്ടായ ഈ സംഭവത്തിൽ അന്ന് തന്നെ, അതായത് ഈ മാസം 4-ാം തീയതി വൈകുന്നേരം തന്നെ വനംവകുപ്പ് ജീവനക്കാർ രേഖാമൂലം പരാതി നൽകിയെങ്കിലും ഈ വിഷയത്തിൽ ഇതുവരെയും കേസെടുത്തിട്ടില്ല. CPM പ്രാദേശിക നേതൃത്വം ഈ വിഷയത്തിൽ തർക്കം മാത്രമുണ്ടായി എന്നുള്ള വിശദീകരണം നൽകുമ്പോൾ വിഷയം ചർച്ചയിലൂടെ പരിഹരിച്ചു, അതിനാൽ കേസെടുക്കേണ്ടതില്ല എന്നുള്ള നിലപാടാണ് ചിറ്റാർ പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. തുടർച്ചയായി ഉണ്ടാകുന്ന അക്രമം, ഭീഷണി തുടങ്ങിയ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് അടവി കുട്ടകഞ്ചി കേന്ദ്ര നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം എന്നുള്ള തരത്തിലുള്ള നോട്ടീസ് ഇന്നലെ ജീവനക്കാരുടെ സംഘടന നൽകിയത്. എന്നാൽ ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇടപെട്ടതിനെ തുടർന്ന് തടസ്സമില്ലാതെ കേന്ദ്രത്തിന്റെ പ്രവർത്തനം വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്.